ഹായ് ഓൾ, ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് പോളണ്ടിൽ BSc നഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ സ്റ്റുഡൻസിന് നോർമലി ഉള്ള ഡൗട്ടാണ് ഇവിടെ വന്നു കഴിയുമ്പം ഈ സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സസ് എങ്ങനെയാണ്, അവർക്ക് ക്ലാസ്സസിൻ്റെ കൂടെ പാർട്ട് ടൈം ചെയ്യാൻ പറ്റുമോ, വീക്ക്ലി എത്ര അവർ ക്ലാസ്സസ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡൗട്ടുണ്ട്. അപ്പം നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം ഇവരെങ്ങനെയാണ് ഇവരുടെ ക്ലാസ്സസ് മാനേജ് ചെയ്യുന്നത്, പാർട്ട് ടൈം ചെയ്യുന്നുണ്ടോ, എത്ര ഡേയ്സ് കൊണ്ടാണ് ഇവർക്ക് പാർട്ട് ടൈം കിട്ടിയത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് അന്ന കാതറിൻ. ഞാൻ നാട്ടിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് വരുന്നു. ഓക്കെ. എൻ്റെ പേര് അമൃത, ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു. ഓക്കെ. എൻ്റെ പേര് അന്ന ഡാരിയസ്, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. എൻ്റെ പേര് സിൻഡ, ഞാൻ എറണാകുളത്ത് നിന്ന്. ഓക്കെ. നിങ്ങളെല്ലാവരും നഴ്സിംഗ് അല്ലേ പഠിക്കുന്നത്? അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഞാനിവിടെ 2.5 മാസമായി. 2.5 മാസം. അമൃതയോ? ഞാനും 2.5 മാസം. 2.5 മാസം. സിന്ധ? 2.5 മാസം. എല്ലാവരും 2.5 മാസം ആയതുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ പാർട്ട് ടൈം ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. എവിടെയാണ് പാർട്ട് ടൈം ചെയ്യുന്നത്? മെഗ്ഡിയിൽ. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ഇയർ അല്ലേ, നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? വീക്കിലി എത്ര അവർ ക്ലാസ് ഉണ്ട്? ഞങ്ങൾ ക്ലാസ് അവറിനേക്കാളും കൂടുതൽ ഡേയ്സിൽ അവരിടുകയാണ് ചെയ്യാറ്, ഷെഡ്യൂൾ ചെയ്യുകയാണ്. ഞങ്ങൾക്കൊരു സ്റ്റുഡൻറ്റ് പോർട്ടലുണ്ട്, അതിൽ അവർ നേരത്തെ തന്നെ ഏതൊക്കെ ദിവസങ്ങളിലാണ് ക്ലാസ്, ഏത് ടൈമിലാണ് ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഈ പാർട്ട് ടൈമും ക്ലാസ്സും മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതെ, പറ്റുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സിൻ്റെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പോർട്ടലിൽ അവർ അപ്ഡേറ്റ് ചെയ്യുന്നത്, അതനുസരിച്ച് നമ്മൾ ഷിഫ്റ്റിന് ഷെഡ്യൂൾ ചെയ്യും. അതനുസരിച്ച് നമുക്ക് രണ്ടും കൂടെ മാനേജ് ചെയ്യും. ഇപ്പോൾ ക്ലാസ്സുള്ള ചിലപ്പം ഫസ്റ്റ് സെം ആയതുകൊണ്ട് നമുക്ക് എല്ലാം ഓൾമോസ്റ്റ് ഓൺലൈൻ ആയിരിക്കും. വീക്ക്ലി വൺസ് അല്ലെ ട്വൈസ് അല്ലേ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ നമ്മൾ ഇപ്പോൾ ഈവനിങ് ഷിഫ്റ്റ് എടുക്കുന്നവരുണ്ട്, മോർണിംഗ് ഷിഫ്റ്റ് എടുക്കുന്നവരുണ്ട്, അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യും. നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഉള്ളത്? ഞങ്ങൾക്ക് മോസ്റ്റ്ലി ഉള്ളത് അനാട്ടമി, നേഴ്സിംഗ് ബേസിക്സ്, പിന്നെ മെഡിക്കൽ ലോ, ഫിസിയോളജി, റേഡിയോളജി, സോഷ്യോളജി, അങ്ങനെ കുറേ സബ്ജക്റ്റ് വരുന്നുണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് തിയറി ആണോ കൂടുതൽ, പ്രാക്ടിക്കൽ ആണോ? ഫസ്റ്റ് സെമ്മിൽ എനിക്ക് തോന്നുന്നു തിയറി. ഓക്കെ. പക്ഷെ നമുക്ക് ലാബ് ഉണ്ടാവും, നേഴ്സിംഗ് ബേസിക്സിൻ്റെ ലാബ് ഉണ്ടാവും. ഓക്കെ. അത് എപ്പോഴും ഒരു 2 വീക്സ് ഒക്കെ കൂടുമ്പോഴത്തേക്കും മേ ബി അറിയില്ല, അവർ അപ്ഡേറ്റ് ചെയ്യും നമുക്ക്. ഓക്കെ. ഇപ്പം നിങ്ങൾക്ക് നാട്ടിൽ നഴ്സിംഗ് പഠിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ? ഓഫ് കോഴ്സ് ഉണ്ടാവും. അപ്പം അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വ്യത്യാസമുള്ളത്? ഇവിടെ യൂറോപ്പിൽ വന്ന് പഠിക്കുന്ന എന്താണ് ഡിഫറൻസ് ഉള്ളത്? നാട്ടിൽ നഴ്സിംഗ് പഠിക്കുന്ന പിള്ളേരായിട്ട് അവർ പറയുന്നത് വെച്ചാൽ ഭയങ്കര സ്ട്രെസ്സ് കൊടുക്കുന്നുണ്ട്. പഠിത്തം ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കാനുള്ള ഒരു ഇത് അതൊന്നും ഇല്ലാത്തതുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒറ്റയ്ക്കാണ്, കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യണം. അത് വേറെ തന്നെ ഒരു ലൈഫിൻ്റെ വേറൊരു പാർട്ട് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത് ഇപ്പോഴേ പരിശീലിപ്പിക്കുന്നുണ്ട്. അല്ലാണ്ട് നാട്ടിൽ നിൽക്കുവാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം, അങ്ങനെയല്ല. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവും കൂടുതൽ. ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടേതായ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യും. നാട്ടിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പഠിത്തം ഇത് മാത്രമല്ല, നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാനൊക്കെ. ഇപ്പം ഹോസ്റ്റലിൽ നിൽക്കുന്നവരായിരിക്കും, ഹോസ്റ്റലിൽ നിൽക്കുമ്പം വീട് മിസ് ചെയ്യും, ഒബ്വിയസ്ലി വീട് മിസ് ചെയ്യും. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ അതൊരു വേറൊരു ലൈഫാണ്. നമ്മളത് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ലൈഫാണ്. അത് മാത്രമല്ല, ഈ ഒരു ചെറിയ ഏജിൽ നാട്ടിൽ നിന്ന് ഒരിക്കലും ഇത്രയും ഏൺ ചെയ്യാൻ പോലും പറ്റത്തില്ല. പാർട്ട് ടൈം ചെയ്ത് അതിൻ്റെ കൂടെ ഇപ്പം നഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും പറ്റത്തില്ല നാട്ടിൽ അതിൻ്റെ കൂടെ പാർട്ട് ടൈം വർക്ക് പോവുക എന്നുള്ളതൊന്നും നടക്കത്തില്ല. അപ്പോൾ അതൊരു വലിയ ഡിഫറൻസ് ആണ് ഇവിടെ വന്ന് പഠിക്കുന്നത്. നിങ്ങൾ പാർട്ട് ടൈം ഒക്കെ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്ത്? ഇവിടെ വന്നിട്ട് ആരെങ്കിലും ഹെൽപ്പ് ചെയ്തോ, അതോ ഫ്രണ്ട്സ് ത്രൂ ആണോ? എങ്ങനെയാണ് നിങ്ങൾ പാർട്ട് ടൈം ഫൈൻഡ് ഔട്ട് ചെയ്തത്? സത്യം പറഞ്ഞാൽ നമ്മളിതിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാണ്ട് നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല, നമ്മൾ തന്നെ ഇറങ്ങണം. പിന്നെ ഞങ്ങൾ കുറേയൊക്കെ പുറമെ അന്വേഷിച്ചു. പിന്നെ നമുക്ക് സൈറ്റ് വഴി വിടായിരുന്നു, OLX വഴിയൊക്കെ വിടാം. അങ്ങനെ വിട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നെ ഇൻവിറ്റേഷനൊക്കെ വന്നു. നമ്മൾ എത്രത്തോളം നേരത്തെ നമ്മൾ ശ്രമിക്കുന്നു അത്രത്തോളം നേരത്തെ കിട്ടും. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു 1.5 മാസത്തിനുള്ളിൽ ജോലി കിട്ടി. എല്ലാവരും 1.5 മാസത്തിനകത്ത് പാർട്ട് ടൈമിന് കയറി. അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് അയക്കുവാണോ, അത് ഇവിടുന്ന് തന്നെയാണോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നത്? ഇവിടുന്ന് തന്നെ എനിക്കിവിടെ വന്നിട്ട് 25 ഡേയ്സിനുള്ളിൽ എനിക്ക് പാർട്ട് ടൈം കിട്ടി. അപ്പം ഫസ്റ്റ് മന്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു. അല്ലാത്തപ്പം ഇപ്പം വർക്ക് ചെയ്യുന്നത് കൊണ്ടിട്ട് നമുക്ക് ഇവിടുത്തെ എക്സ്പെൻസും കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് എല്ലാവരുടെയും ഫസ്റ്റ് സെം എക്സാം ഒക്കെ കഴിഞ്ഞു? ഓൺഗോയിങ് ആണ് എക്സാംസ് ഒക്കെ. അപ്പോൾ ഇവിടുത്തെ എക്സാംസ് ഒക്കെ എങ്ങനെയാണ്? ഞങ്ങൾക്ക് കൂടുതലും വന്നത് കമ്പ്യൂട്ടറാണ്, ഓൺലൈനായിട്ടാണ് എക്സാംസ് വന്നത്. റിട്ടേൺ എക്സാംസ് അങ്ങനെ ഇല്ല. പിന്നെ
ഇപ്പോൾ യൂണിവേഴ്സിറ്റി പോയി എഴുതേണ്ട ആയാലും അവിടെ സിസ്റ്റത്തിൽ തന്നെയാണ് നമ്മൾ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. കൂടുതൽ എനിക്കൊന്ന് പ്രസൻറ്റേഷൻസ് ഒക്കെ ഗ്രൂപ്പ് പ്രസൻറ്റേഷൻസ് നമ്മുടെ നാട്ടിലെ പോലെ ഇപ്പോൾ ഒരു എക്സാം എഴുതിയിട്ട് ആ എക്സാമിൻ്റെ മാർക്ക് മാത്രമല്ല സെമ്മിൽ വരിക. നമ്മൾ ചെയ്യുന്ന പ്രസൻറ്റേഷൻസ്, നമ്മൾ ചെയ്യുന്ന അസൈൻമെൻറ്റ്സ്, നമ്മൾ അറ്റൻഡൻസ് മെയിനാണ്. പിന്നെ നമ്മളെ ഗ്രൂപ്പായിട്ട് തിരിക്കും. എന്നിട്ട് നമ്മൾ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഗ്രൂപ്പിൽ പോകാം. എന്നിട്ട് നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്യുന്നു. നമുക്ക് ഓരോ ദിവസം ഇട്ടിട്ടുണ്ടാവും. ഡ്യൂ ഡേറ്റിന് മുന്നേ നമ്മൾ സബ്മിറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് ഇവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. പിന്നെ എക്സാംസ് ഉണ്ടാവും, ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും, വീക്ക്ലി എക്സാംസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വാർസോ ക്യാമ്പസിലല്ലേ? ഇവിടുത്തെ വെസയിലെ ക്യാമ്പസ് എങ്ങനെയുണ്ട്? ലുബ്ലിനെ വെച്ച് നോക്കും, ലുബ്ലിനാണ് മെയിൻ ക്യാമ്പസ്. ലുബ്ലിനെ വെച്ച് നോക്കുമ്പോൾ അതിന് സബ് ബ്രാഞ്ച് ആണ് ഇവിടെ. പക്ഷെ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. ലാബ് ആണെങ്കിലും എല്ലാ ഫെസിലിറ്റീസും നമ്മളുണ്ട്. ലെക്ചേഴ്സ് ആണെങ്കിലും നല്ലതാണ്. അടുത്ത സെമ്മ് തൊട്ട് വേറെ ക്യാമ്പസ് ഇപ്പോൾ ഉള്ള ക്യാമ്പസ് ബിൽഡിംഗ് കുറച്ച് ചെറുതാണ്. അതിപ്പോൾ ഇച്ചിരി എലബറേറ്റ് അപ്പുറത്തേക്ക് മാറ്റുന്നുണ്ടോ? ഓക്കെ, അടുത്ത ഇൻടേക്കിൽ ചിലപ്പം പുതിയ ക്യാമ്പസ് വരും. ഓക്കെ, നിങ്ങളിപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ, ഇവിടെ വന്നിട്ടുള്ള ലൈഫും പാർട്ട് ടൈം കുറേ ടൈം ചെയ്യാം, എളുപ്പമായിരിക്കും, അങ്ങനെയൊക്കെയാണ് സാധാരണ സ്റ്റുഡൻസിൻ്റെയൊക്കെ ഒരു എക്സ്പെക്റ്റേഷൻ. അപ്പം നിങ്ങൾ ഇവിടെ വന്നു, ഇപ്പം പാർട്ട് ടൈമിന് പോകുന്നുണ്ട്, ക്ലാസ്സിന് പോകുന്നുണ്ട്, എന്ത് തോന്നുന്നു? എല്ലാം ഈസി ആണോ അതോ ബുദ്ധിമുട്ടാണോ? എക്സ്പെക്ടേഷൻസ് എല്ലാം നാട്ടിൽ നിന്ന് വിട്ടിട്ട് വരിക. നമ്മുടെ നാട്ടില് എക്സ്പെക്ട് ചെയ്യണ പോലെ അല്ല ഇവിടുത്തെ. ഒക്കെയാണ് നമുക്ക് ഇവിടെ ലൈഫ് എൻജോയ് ചെയ്യാം. എന്തോരം കഷ്ടപ്പെടണം അതുപോലെ നമുക്ക് എൻജോയ് ചെയ്യാം. അതന്നെ, പാർട്ട് ടൈം ആണെങ്കിലും പാർട്ട് ടൈം മാത്രമായി പോവരുത്, സ്റ്റഡീസും കൊണ്ടുനടക്കാൻ പറ്റണം. അല്ലെങ്കിൽ പോവും നമ്മൾ ഇത്ര നമ്മുടെ ഇവിടെ ഫ്യൂച്ചർ സെറ്റ് ആക്കാൻ വന്നത്. അപ്പം നമ്മൾ പാർട്ട് ടൈം മാത്രം കുറച്ച് ഏൺ ചെയ്യാം, ആ ഒരു ഇത് വരുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പം സ്റ്റഡീസ് ഇച്ചിരി പുറകോട്ടാകുമായിരിക്കും. പക്ഷേ അതിനുപരി നമ്മൾ അത് രണ്ടും കൂടെ മാനേജ് ചെയ്ത് പോകാൻ നോക്കുക. നമ്മൾ ഫ്യൂച്ചർ സെറ്റാക്കാനല്ലേ വന്നത്. നമുക്ക് കുറച്ച് പൈസ കിട്ടിയിട്ട് പിന്നെ നാളെ ഒരു ഫ്യൂച്ചർ ഇല്ലാണ്ടാവുന്നതിനും ഭേദം ഇത് രണ്ടും മാനേജ് ചെയ്ത്. ഇപ്പം സ്റ്റഡീസ് പറ്റുന്നില്ല. അതെ, ഇതിപ്പോൾ ജസ്റ്റ് നമുക്കാണെങ്കിൽ അറിയില്ല, നമ്മളിപ്പോൾ ഫസ്റ്റ് സെം ആയതുകൊണ്ടിട്ട് നമുക്ക് ഓൺലൈൻ ക്ലാസ് ആണ്, നമുക്ക് സമയമുണ്ട്. ഇച്ചിരി കഴിയുമ്പോൾ നമുക്ക് സെക്കൻഡ് സെം തേർഡ് സെം ഒക്കെ ആകുമ്പോൾ ഹോസ്പിറ്റൽ ഡ്യൂട്ടീസ് ആകുമ്പോഴത്തേക്കും നമുക്കത് എല്ലാം കൂടെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പാർട്ട് ടൈം വേണ്ടാന്ന് മേ ബി വെച്ചേക്കാം. ഞങ്ങൾ സ്റ്റഡീസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം ഇവിടെ വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയോ? ഇവിടെ ഓൾറെഡി നിങ്ങൾ ഫ്ലൈവിൽ നിന്ന് വന്നപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ പരിചയം ഉണ്ടായിരുന്നു, അതല്ലാതെ വേറെ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയോ? ക്യാമ്പസിൽ നിന്ന് ഫ്രണ്ട്സിനെ കിട്ടി. വേറെ കൺട്രിയിൽ നിന്നുള്ളവരായാലും സ്റ്റേറ്റിൽ നിന്നുള്ളവരായാലും. മെയിൻ കാര്യം ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് പല പല രാജ്യത്തുള്ള ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്ത് ഓരോരുത്തരുടെ കൾച്ചർ നമുക്ക് ഓരോരുത്തരായിട്ട് മിങ്കിൾ ചെയ്ത് നമുക്ക് എന്താ പറയുക, നമുക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസ് ആണ് അതൊക്കെ. അതിപ്പോൾ നാട്ടിൽ നിന്ന് എനിക്ക് അങ്ങനെ കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ഈവൻ ലാംഗ്വേജ് ആണെങ്കിലും നമുക്ക് ഇവിടെ വന്നിട്ട് ഭയങ്കര ഫ്ലുവൻ്റ് ആവും. നാട്ടിൽ നിന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല, എനിക്ക് എന്താ നമുക്കൊന്നും കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇംഗ്ലീഷിൽ ഒട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെ തന്നെ അയ്യോ നമ്മൾ ഇംഗ്ലീഷ് അറിയില്ല, അത് വേറെ വഴിയില്ല. അതെ, ഇവിടെയുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് അറിയാമെങ്കിലും പോളിഷ്, അവരെ പോളിഷല്ലേ എപ്പോഴും സംസാരിക്കുക. പക്ഷെ നമ്മളെന്തോ നമ്മുടെ അവസ്ഥ കൊണ്ട് നമ്മളതൊക്കെ ഇപ്പോൾ ഫ്ലുവൻ്റ് ആയി എല്ലാം ഓക്കെ ആയി വരുന്നു. വിസ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നില്ലേ, എങ്ങനെയുണ്ടായിരുന്നു? ക്വസ്റ്റ്യൻസ് ഒക്കെ ഏത് രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്? ഇപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ ഞാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ അടുത്ത് 3 ക്വസ്റ്റിനെ ചോദിച്ചുള്ളൂ. പക്ഷേ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ ചിലവർക്ക് 10 ക്വസ്റ്റ്യൻ ചോദിച്ചു, ചിലവർക്ക് 10 മിനിറ്റ് ഉണ്ടായിരുന്നു. പല രീതിയിലാണ്. എങ്കിലും എൻ്റെ അടുത്ത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. കിട്ടുന്നൊരു ഹോപ്പ് ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ. ചിലവർക്ക് ഹോപ്പില്ല, എങ്കിലും പ്രാവശ്യം കിട്ടി. പിന്നെ ഏജൻസിയുടെ ഭാഗത്ത് നിന്നാണെങ്കിലും കുറേ സപ്പോർട്ട് ഉണ്ടായി. ഇൻ്റർവ്യൂവിന് നല്ല രീതിയിൽ ഞങ്ങൾക്ക് പ്രിപ്പറേഷൻ തന്നു. ക്ലാസ്സസ് ഉണ്ടായിരുന്നു, കിഷോരേട്ടൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. എപ്പോൾ വിളിച്ചാലും നമുക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. നമുക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു, അത് ഇല്ലാത്ത കോൺഫിഡൻസ് വരെ ചേട്ടൻ തന്നു. അപ്പോൾ ഇങ്ങനെ ഇവിടെ എത്തി. എന്തൊക്കെ രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചേ? എന്നോട് മെയിനായിട്ട് പർപ്പസാണ്, എന്തുകൊണ്ടാണ് പോയിന്റ് യൂസ് ചെയ്തതെന്നും എന്തുകൊണ്ടാണ് ഈ യൂണിവേഴ്സിറ്റി വേറെ യൂണിവേഴ്സിറ്റി വെച്ച് കമ്പയർ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഈ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തത്, ഇതൊക്കെയായിരുന്നു എന്നോട് മെയിനായിട്ട് ചോദിച്ചത്. അതുപോലെ എനിക്ക് ഇൻ്റർവ്യൂവിന് തലേന്നാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയ മെസ്സേജ് തന്നെ വന്നെ. അത് കഴിഞ്ഞ് ജസ്റ്റ് പാനിക്കായി പോയി, എങ്ങനെയാ ഒന്നും അറിയില്ല, കുറേ റിജക്ഷൻസ് ഉണ്ടെന്ന് കേൾക്കണോ. ഷൊറേട്ടനാണ് ഫുൾ സപ്പോർട്ട് തന്നത്. ചേട്ടൻ എനിക്ക് 2 മണിക്കൊക്കെയാണ് മോക്ക് സെക്ഷൻസ് നടത്തി തന്നത്. ഭയങ്കര ഹെൽപ്പ് ചെയ്തു. ചേട്ടനാണ് ഫുൾ സപ്പോർട്ട് തന്നത്. ആ ഒരു ഇതിലാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണത്. അതുപോലെ തന്നെ ചേട്ടൻ പറഞ്ഞ ക്വസ്റ്റ്യൻസുകളൊക്കെ ആയിരുന്നു പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴും ഫസ്റ്റ് വിളിച്ച ചേട്ടനെയാണ്, പറഞ്ഞു കിട്ടുമെന്ന് തന്നെയാണ് തോന്നണേ. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് തരണ്ടായിരുന്നു. ഓക്കെ, നിങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് വേറെ കുറേ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, ഓഫ് കോഴ്സ് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം വേറെ ഒരു ഏജൻസിയിൽ നിന്ന് വന്ന സ്റ്റുഡൻസും
പിന്നെ ഫ്ലൈ വിസിന്ന് വന്ന സ്റ്റുഡൻസും തമ്മിൽ എന്താണ് ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് പറയാനുള്ളത്? മെയിനായിട്ട് പറഞ്ഞാൽ എല്ലാ കാര്യവും അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. നമ്മൾ ചോദിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം നമുക്ക് ഒരിക്കലും റെസ്പോണ്ട് ചെയ്യാതിരുന്നിട്ടില്ല. കാരണം ഞാൻ വേറെ ഏജൻസി ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അവർ ഒരു അപ്ഡേഷൻ നമുക്ക് തരാണ്ടിരുന്നിട്ടാണ് ഞാൻ പിന്നെ ഫ്ലൈ വിസിലേക്ക് വരുന്നത്. ഇപ്പോൾ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ച് ചേട്ടൻ്റെ അടുത്താണെങ്കിലും നമുക്ക് എപ്പോൾ ഡൗട്ട് എന്തുണ്ടെങ്കിലും ചേട്ടൻ നമുക്ക് ക്ലിയർ ചെയ്ത് തരും. അതുപോലെ തന്നെ കൺസൾട്ടൻസ് എല്ലാവരും നമുക്ക് ക്ലിയർ ചെയ്ത് തരും. പിന്നെ നമ്മുടേതായ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഫാസ്റ്റായിരുന്നു. ഞാൻ നവംബറിൽ ഫ്ലൈ വിസിൽ വന്നു, നവംബർ മിഡൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും. പക്ഷേ ഏപ്രിൽ ഫസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവിടെ വന്നു. എല്ലാം പെട്ടെന്ന്, ഈവൻ നോട്ടിഫിക്കേഷൻ ആണെങ്കിലും നല്ല പ്രോസസ്സിങ് എല്ലാം പെട്ടെന്നായിരുന്നു. പേയ്മെൻറ്റ് നമുക്ക് ഭയങ്കര കുറവാണ്. ബാക്കി ഏജൻസി വെച്ച് നോക്കുമ്പോഴത്തേക്കും പേയ്മെൻറ്റ് നല്ല അഫോർഡബിൾ ആയിരുന്നു നമുക്ക്. കാര്യം ബാക്കി ഏജൻസിയിലെ പിള്ളേർ പറയുന്നത് നമുക്കൊന്ന് അപ്ഡേഷൻ കുറവായിരുന്നു, അപ്ഡേറ്റ് ചെയ്യത്തില്ല, പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും, പക്ഷേ പേയ്മെൻറ്റ് ഭയങ്കര കൂടുതലാണ് ബാക്കി പിള്ളേർ പറയാറുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഏജൻസികളുടെ അടുത്ത് പോയി ഹെൽപ്പ് സീക്ക് ചെയ്യുമ്പോൾ അവർ ഫസ്റ്റ് പറയുന്നത് എന്തിനാ പോളണ്ട് ചൂസ് ചെയ്യുന്നത്, വേറെ എത്ര നല്ല കൺട്രികളുണ്ട്, ഇവിടെ ഇങ്ങ് വരേണ്ട ആവശ്യം എന്താ, അവിടെ പോയാൽ ശരിയാവത്തില്ല. അങ്ങനെ നമ്മൾ മാക്സിമം അതൊന്ന് പിന്തിരിപ്പിക്കാനേ നോക്കത്തുള്ളൂ. പിന്നെ ഇത് ഫ്ലൈ വിസ ചൂസ് ചെയ്ത് ഞാൻ ഡിസംബർ ലാസ്റ്റ് വീക്ക് തൊട്ടാണ് ചൂസ് ചെയ്തത്. മാർച്ച് എപ്പോഴത്തേക്കും കാര്യമൊക്കെ കഴിഞ്ഞ് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ഇവിടെ എല്ലാം ഏത് പാതിരാത്രിക്ക് മെസ്സേജ് അയച്ചാലും റിപ്ലൈ തരുന്ന ഒരു ഇതായിരുന്നു. ഇപ്പം എല്ലാവരും കൺസൾട്ടൻസിയിലുള്ള എല്ലാവരും തന്നെ ഇവിടെ പഠിക്കുന്നവരൊക്കെയാണ്. എന്നാൽ പോലും അവർക്കും തിരക്കുണ്ട്, വർക്കുണ്ട്, അതിൻ്റെ കൂടെ നമ്മളെയും കൂടെ മാനേജ് ചെയ്യുന്നു. അതൊക്കെ ഭയങ്കര വലിയ കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റി. ഇവിടെ നമ്മുടെ കൺസൾട്ടൻസ് എല്ലാം ഇവിടുത്തെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് ഈ ഇവിടുത്തെ സിറ്റുവേഷനോ നമുക്ക് നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഇവിടുത്തെ സിറ്റുവേഷൻ എന്തായിരിക്കും, ഇവിടെ എന്താണ് അവസ്ഥ, ഇവിടെ എന്താണ് നടക്കുന്നത്, ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ എന്നൊക്കെ കുറേ ഡൗട്ട്സ് ഉണ്ടാവും. പക്ഷേ ഇവിടെ നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്കണ കൊണ്ടിട്ട് നമുക്കതെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇവിടെ വന്ന് എങ്ങനെയൊക്കെ സർവൈവ് ചെയ്ത് പോകാം, ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടി. റിജക്ഷനാണ് പോളണ്ട് മൊത്തം റിജക്ഷൻ, പോളണ്ട് നോക്കുകയും ചെയ്ത റിജക്ഷനാണ്. നിങ്ങളെല്ലാവരും ഫ്ലൈ വിസിലെ സ്റ്റുഡൻസ് ആണ്. അപ്പം നമ്മളൊരു ഗ്രൂപ്പായിട്ടാണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ സെക്ഷൻസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പം നിങ്ങൾക്ക് അറിയാം ഫ്ലൈ വിസിൽ എത്ര പേർക്ക് റിജക്റ്റ് ആയിട്ടുണ്ട്, എത്ര പേർക്ക് വിസ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പം നിങ്ങൾക്ക് ഓഫ് കോഴ്സ് അറിയാം ഫ്ലൈ വിസിന് എങ്ങനെ പോലും 90% സക്സസ് റേറ്റ് ഉണ്ടായിരുന്നു. അത് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്തുകൊണ്ടായിരിക്കും? മെയിനായിട്ട് ഞാൻ ഇന്റർവ്യൂ ക്ലാസ് അതന്നെ. തന്നെയാണ്. ഇന്റർവ്യൂ എഫേർട്ട് ഇടുന്നതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത്. എഫേർട്ട് ഇടാത്തവർക്ക് കൂടുതൽ റിജക്ഷൻ. നമ്മൾ എത്രത്തോളം ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ്. കാര്യം നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇൻ്റർവ്യൂ സെക്ഷന് പ്രിപ്പയർ ചെയ്യാനിരിക്കുമ്പം നമ്മൾ നോട്ടീസ് ചെയ്ത കാര്യങ്ങളുണ്ട്. ഇതിന് വരാൻ മടിയുള്ള പിള്ളേർ, വരാൻ പറ്റാത്തതല്ല പല കാരണം കൊണ്ട് ഒഴിവാക്കി പോകുന്ന പിള്ളേരുണ്ട്. അവർക്കൊന്നും വിസ അടിച്ചിട്ടില്ല. അത് അവരതിന് ഇരിക്കാത്തതുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ കയ്യിലാണ് ബാക്കി എല്ലാ ഡോക്യുമെൻറ്റേഷനും ഏജൻസി പക്കയായിട്ട് ചെയ്യും. ബാക്കി നമുക്ക് ആകെ ചെയ്യാനുള്ള കാര്യം ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യുക, അത് നമ്മുടെ ബെസ്റ്റ് കൊടുത്ത് ചെയ്യുക എന്നുള്ളത് നമുക്ക് ചെയ്യാനുള്ളത്. അത് ചെയ്താലേ ഇത് നടക്കത്തുള്ളൂ. അല്ലാണ്ട് ഡോക്യുമെൻറ്റ്സ് മാത്രം പോരാ, ഇൻ്റർവ്യൂ ഇപ്പം വേണം. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്ത് ഡോക്യുമെൻറ്റേഷൻ പ്രോപ്പറായിട്ട് വെക്കുന്ന സ്റ്റുഡൻസിനെല്ലാം വിസ കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ വേറെ ഏജൻസിയിലെ പിള്ളേരാണെങ്കിലും ഫ്ലൈ വിസിലെ സ്റ്റുഡൻസ് ആണെങ്കിലും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്നത് കൂടുതൽ റിജക്ഷൻസ് ആണ്. അപ്പം നിങ്ങൾ യൂണിവേഴ്സിറ്റി പോകുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇഷ്ടംപോലെ പിള്ളേർ ഈ ഇന്ത്യക്ക് വന്ന് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ സ്റ്റേ ഒക്കെ എങ്ങനെയുണ്ട്? കൂടെ നിൽക്കുന്ന മലയാളീസ് ആണോ, എല്ലാവരുമായിട്ട് കമ്പനിയാണോ, ഫ്രണ്ട്സ് ആണോ? ഇപ്പം ഞാൻ നിൽക്കുന്നത് വന്ന സമയത്തുള്ള സ്റ്റേ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. മാറാൻ വേണ്ടി നോക്കുന്നുണ്ട്. അതിപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഒന്ന് സെറ്റായി കഴിയുമ്പോൾ മാറും. കുഴപ്പങ്ങളൊന്നുമില്ല, മലയാളികളുടെ കൂടെ തന്നെയാണ്, ഇന്ത്യൻസ് തന്നെയാണുള്ളത് ഞാൻ നിൽക്കുന്നിടത്ത്. പിന്നെ അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ചെറിയ പ്രശ്നങ്ങളുണ്ടായാലും അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് പോകും. പക്ഷേ ബാക്കിയുള്ള ചില സ്ഥലത്തുകൾ അങ്ങനെയല്ല, ഭയങ്കര പ്രശ്നം മീൻസ് നമ്മൾ പല ടൈമിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, പഠിക്കുന്നവരുണ്ടാവും. പല ടൈമിൽ കുക്കിംഗ് വരുമ്പോഴത്തേക്കും ഒരാൾ കിച്ചൺ യൂസ് ചെയ്യുമ്പോഴത്തേക്കും മറ്റേ ആൾക്ക് ചിലപ്പോൾ കിച്ചൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒരാൾക്ക് വൃത്തി ഉണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റേ റൂംമേറ്റ്സിന് ചിലപ്പോൾ വൃത്തി ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്കിതൊക്കെ നമ്മൾ പല വീട്ടിൽ നിന്നും പല നാട്ടിൽ നിന്നും നമ്മൾ പല ക്യാരക്ടേഴ്സിലുള്ള ആൾക്കാരാണ് വരുന്നത്. അതെ, ഏജ് ഡിഫറൻസ് അത് നേരെ. നമ്മൾ പല ഏജ് ഡിഫറൻസ് ഉള്ള ആൾക്കാരുടെ കൂടെ ആയിരിക്കും നിൽക്കുക. ചിലപ്പോൾ അവർ ചിന്തിക്കുന്ന ഒരു മെൻറ്റാലിറ്റി അല്ല നമുക്ക്. അപ്പം ചിലർ നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്യാൻ വരും. ഇതൊന്നും നമുക്ക് ഇവിടെ നമ്മൾ യൂറോപ്പിലാണ്, നമ്മളാരും കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാൻ അറിയാവുന്ന പിള്ളേരാണ്. ഓൾമോസ്റ്റ് എല്ലാ പിള്ളേരും അതിന് പ്രിപ്പയർഡ് ആയിട്ട് വരിക. ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടാവാം, ഇങ്ങനത്തെ ഉണ്ടാവും. ഇതെല്ലാം ഫേസ് ചെയ്യാനായിട്ടൊരു ഇതും കൊണ്ട് ഇപ്പം നമ്മളെല്ലാം ഒരുമിച്ച് ഇപ്പോൾ റൂംമേറ്റ്സ് എല്ലാം ഒരുപോലെ ആയിരിക്കും, ഒരേ വൈബായിരിക്കും.
എല്ലാം നമുക്ക് എല്ലാം സെറ്റായി പോകും, ആ ഒരു മെൻറ്റാലിറ്റി കൊണ്ട് വന്നിട്ട് കാര്യമില്ല. ഓക്കെ, ഇവിടെ എല്ലാവരും അവരവരുടെ കാര്യം സ്വന്തമായിട്ട് അതെ, നോക്കണം. എല്ലാം നമ്മുടെ കാര്യം നോക്കി നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ, വേറെ ആരുടെയും കാര്യത്തിൽ ഇൻവോൾവ് ആവാതിരിക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾ സ്റ്റുഡൻസിന് പോളണ്ടിലേക്ക് സജസ്റ്റ് ചെയ്യുമോ? ഉറപ്പായിട്ടും ചെയ്യും. നല്ലൊരു കൺട്രിയാണ്, ആൾക്കാരാണെങ്കിലും ഇവിടുത്തെ മൊത്തത്തിൽ സിസ്റ്റം ആണെങ്കിലും എല്ലാം നമുക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ ഒരു കൺട്രിയാണ്, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു നാട്. അത് മാത്രമല്ല ഇവിടെ അധികം ഇന്ത്യൻസ് ആൾക്കാർ അറിഞ്ഞു കേട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അധികം ഇന്ത്യൻസിനെ അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരുന്നത് തന്നെ അധികം കാണത്തില്ല. ഇപ്പോൾ UK പോലെയുള്ള കൺട്രീസിലൊക്കെ ആണെങ്കിൽ ഒരു കല്ലിട്ടാൽ ഒരു ഇന്ത്യൻ്റെ തലയിൽ വീഴുന്ന പറയുന്ന പോലെ ആ ഒരു അവസ്ഥ ഇവിടെ ഇല്ല ഇപ്പോൾ. അപ്പം ഓക്കെയാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസിന് സജസ്റ്റ് ചെയ്യും? ഓക്കെ. കോഴ്സ് വൈസ് നോക്കുവാണെങ്കിലോ നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടൊരു കൺട്രി, നമുക്ക് ട്യൂഷൻ ഫീ ഒക്കെ അതന്നെ നാട്ടിൽ പഠിക്കണ ഫീസിന് തന്നെ നമുക്ക് ഇവിടെ പഠിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കട്ടെ. അപ്പം ഫ്ലൈവീസിൽ നിന്ന് എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് എന്താവശ്യത്തിനും കൂടെ കാണും ഇവിടെ ഇനിയിപ്പോൾ ഫ്യൂച്ചറിലാണെങ്കിലും. അപ്പം ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.